അങ്ങനെ കാത്തിരുന്ന് തിരുവോണം എത്തി. അപ്പം ഇന്ന് നമ്മൾ അത് രാവിലെ എഴുന്നേറ്റു, കുളിച്ചു. അത് രാവിലെ ചെയ്യേണ്ട പരിപാടിയായിരുന്നു. ഇനിയുമ്പോൾ കുറച്ചൊരു 7 മണിയൊക്കെ ആയിട്ടോ. അപ്പം ഇച്ചിരി വെട്ടമൊക്കെ വന്നിട്ട് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്തത്. നമ്മൾ തൃക്കാക്കരയപ്പന വെച്ചു. ഒരു തൃക്കാക്കരയപ്പന ഞാൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലാം വെച്ച് അരിപ്പൊടിയൊക്കെ കൊണ്ട് അണിഞ്ഞു. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൂക്കളും ഇലകളും ഒക്കെ വെച്ച് പൂജ ചെയ്ത് പ്രാർത്ഥിച്ച് അടയൊക്കെ നേദിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ അട. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ അടയാണല്ലോ. പക്ഷേ ഞാൻ അടയുടെ കൂടെ ഒരു ഇൻസ്റ്റാഗ്രാം വൈറൽ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തവണ കണ്ടതാണെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഏത്തപ്പഴമൊക്കെ വട്ടത്തിലരിഞ്ഞ് അത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് മുരിഞ്ഞ് വന്നപ്പം അതിൻ്റെ അകത്തേക്ക് ശർക്കരപ്പാനിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് നല്ല വാഴയിലയിൽ അത് കുറച്ചായിട്ട് വിളമ്പി അതിലേക്ക് നല്ല പപ്പടം ഇട്ട് പൊടിച്ച് കഴിച്ചു. അപ്പം ഈ ഓണത്തിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം സൂപ്പറായിരുന്നു. ഇത് കണ്ടുപിടിച്ചതാരാണെങ്കിലും അയാളൊരു ബുദ്ധിമാൻ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത്തവണ എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര കാര്യമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കണേ. കാരണം നമുക്ക് ഇതുവരെ എങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. അത്തം തൊട്ട് 10 ദിവസം പൂവിടാൻ പറ്റി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഓണാണിത്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ഓണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നി. അപ്പോൾ അതാണ് കേട്ടോ, പഴവും ശർക്കരപ്പാനിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് സംഭവം. എന്നാൽ ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് അടയുണ്ടായിരുന്നു രാവിലെ, അതും കൂടെ ചേർത്ത് കഴിച്ചപ്പം അടിപൊളി സൂപ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഓണം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത്തവണത്തെ സദ്യയിലൊരു തോരനൊക്കെ ആഡായിട്ടുണ്ട്, പപ്പടവും ആഡായിട്ടുണ്ട്. നമ്മൾ ശർക്കര വരട്ടി അതുപോലെ തന്നെ ചിപ്സും വെക്കാൻ മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് ഓർമ്മ വന്നത് കേട്ടോ. പക്ഷേ കഴിഞ്ഞതിനേക്കാളും നല്ലതായിരുന്നു. കഴിഞ്ഞ വട്ടം ഒരു ഇഞ്ചിക്കറിയായിരുന്നു. അപ്പോൾ അതെ, അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണേ. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ഹൈദരാബാദിലായിരുന്നു നമ്മുടെ ഓണമൊക്കെ. അപ്പം അതിൻ്റെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതൊരു ചെറിയൊരു പുളിയിഞ്ചി കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ മുഴുവൻ സദ്യവട്ടങ്ങളും ഇല്ലെങ്കിലും നമ്മൾ 2-3 കറികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരുമില്ല, ഞങ്ങളൊക്കെ കൂടെ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കാതെ എനിക്ക് നാട്ടിൽ നന്നായിട്ട് എനിക്ക് ഓണാഘോഷിക്കാൻ പറ്റി. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, അങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നത്. സോ ഈ വർഷത്തെ ഓണം വളരെ സ്പെഷ്യലാണ്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണ വിശേഷങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഐറ്റംസ് കുറച്ചെങ്കിലും നമ്മൾ സദ്യ കഴിച്ച് വേർത്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പായസമാണ്. കുറച്ച് പായസം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഞാൻ